എല്ലാവർക്കും നമസ്കാരം. നിങ്ങളോട് എല്ലാവരോടും പ്രോമിസ് ചെയ്തതുപോലെ ഞാൻ എൻ്റെ കിച്ചൺ ടൂറുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പം വെൽക്കം ടു ദ ഹാർട്ട് ഓഫ് മൈ കോട്ടേജ് ഹോം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ കിച്ചൺ ഒരു കോട്ടേജ് സ്റ്റൈലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു കോസി കോട്ടേജ് സ്റ്റൈലിലുള്ള കിച്ചൺ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ കളർ പാലറ്റ് തന്നെയാണ്. അവിടെ ഉപയോഗിക്കുന്ന കളർ ടോൺസ് എപ്പോഴും ഒരു സോഫ്റ്റ് മ്യൂട്ടഡ് കളേഴ്സ് ആയിരിക്കണം. അതായത് പേസ്റ്റൽ ടോൺസ് ആകാം, അതുപോലെ വൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്രീം ടോൺസ്, അങ്ങനെയൊക്കെ ആകാം. അത് നമ്മൾ മാക്സിമം ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ബേസ് ക്യാബിനറ്റ് ആകട്ടെ, ടോൾ ക്യാബിനറ്റ് ആകട്ടെ, നമ്മൾ മറൈൻ പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇൻസൈഡ് ആയിട്ട് ലാമിനേറ്റ് ഫിനിഷ്, വൈറ്റ് ലാമിനേറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷട്ടേഴ്സ് എല്ലാം, അതായത് ഈ ഡോർസ് എല്ലാം HDF-ൽ ചെയ്തിട്ട് PU മാറ്റ് ഫിനിഷ് പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ കളറിനെ കുറിച്ച് എല്ലാവരും ചോദിച്ചു. അത് കസ്റ്റം മെയ്ഡ് ആയിട്ട് നമ്മൾ ചെയ്തെടുത്തതാണ്. നമ്മളൊരു ക്യാബിനറ്റിന്റെ പിക്ചർ കാണിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് എത്തിക്കുകയായിരുന്നു. അതായത് ഒരു ബേജ് കളറും ഒരു ഗ്രേ കളറും കൂടെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കളർ ടോൺ ആണ്. കാരണം ബേജ് എന്ന് പറയുമ്പോൾ നമുക്ക് കളർ പാലറ്റ് നോക്കിക്കഴിഞ്ഞാൽ പല പല കളേഴ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രേക്കും തന്നെ പല ടോൺ കാണും. അപ്പൊ നമ്മൾ പറഞ്ഞ കളറിലേക്ക് അവർ പലതും മിക്സ് ചെയ്ത് നമ്മളെ കാണിച്ചതിന് ശേഷം കൺഫേം ചെയ്യുമായിരുന്നു ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ കളർ കറക്റ്റ് ആയിട്ടൊന്നും എനിക്കറിയില്ല, കസ്റ്റം മെയ്ഡ് ആയിട്ട് ചെയ്തെടുത്താന്ന് പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ് വുഡൻ ആക്സൻസ്. ഫസ്റ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ നിന്ന് തുടങ്ങാം. ഇതിന്റെ കൗണ്ടർ ടോപ്പായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ടീക്ക് വുഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ടീക്ക് വുഡിന്റെ തന്നെ ആ നാച്ചുറലി വുഡിന്റെ അതേ ഡിസൈൻ നിലനിർത്തിക്കൊണ്ടാണ് ഈ ഭാഗം നമ്മൾ എടുത്തിരിക്കുന്നത്. ശരിക്കും സൈസ് അനുസരിച്ച് കട്ട് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി അവർ കൊണ്ടുവന്നതാണ്. അപ്പോഴാണ് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഡൈനിങ് ടേബിളുമായിട്ടും അതുപോലെ പല ഫർണിച്ചറുകൾക്കും ഇതേപോലെ നാച്ചുറലി ഈ ഷേപ്പ് നിലനിർത്തിയിട്ടുണ്ട്. അപ്പം അതേ രീതിയിൽ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കട്ട് ചെയ്യാതെ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുമായിരുന്നു ചെയ്തത്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ ഫ്രണ്ട് പോർഷനായിട്ട് നമ്മൾ പാനൽ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ആ പാനൽ വർക്ക് HDF-ൽ ചെയ്തിട്ട് PU മാറ്റ് ഫിനിഷ് പെയിന്റ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന ചെയർ കെയിൻ ഫിനിഷോട് കൂടിയ വുഡൻ ചെയേഴ്സ് ആണിത്. ഇത് പാറ്റേൺ പറഞ്ഞു കൊടുത്ത് നമ്മൾ കസ്റ്റം മെയ്ഡ് ആയിട്ട് ചെയ്യിപ്പിച്ചെടുത്തതാണ്. നെക്സ്റ്റ് വുഡൻ ആക്സൻസ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ വിൻഡോ സൈഡിലെ ലെഡ്ജിലാണ്. ഇത് വിനീറിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നത്. അടുത്തത് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ഒരു കോഫി സ്റ്റേഷൻ ഏരിയ എന്നൊക്കെ പറയാം. ഈ ഏരിയയിൽ നമ്മൾ 2 ലെഡ്ജസ് കൊടുത്തിട്ടുണ്ട്. അതും വിനീറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഓപ്പൺ ഷെൽഫ് കോൺസെപ്റ്റിലാണ് നമ്മൾ ഇതിവിടെ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ് റസ്റ്റിക് ടച്ചസ്. അതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ റേഡിയോ, വിൻറ്റേജ് സ്റ്റൈലിലുള്ള ഈ റേഡിയോ. അതുപോലെ തന്നെ വോൾ ഡെക്കറായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് വിൻറ്റേജ് സ്റ്റൈലിലുള്ള 2 പ്ലേറ്റ്സുകളാണ്. പിന്നെ ഇവിടുത്തെ ഫോസറ്റ് എല്ലാം ഒരു ബ്രാസ് ഫിനിഷ്, ഒരു വിൻറ്റേജ് ഫിനിഷ് വരുന്ന ഫോസറ്റുകളാണ്. അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹാങ്ങിങ് ലൈറ്റ്സ്, അതായത് പെൻഡന്റ് ലാംപ്സ് എല്ലാം ഒരു റസ്റ്റിക് ലുക്കിൽ വരുന്ന ലാമ്പുകളാണ്. പിന്നെ ഈ ഏരിയയിലേക്ക് വരുവാണെങ്കിൽ ഇവിടുത്തെ ഈ ഓപ്പൺ ഷെൽഫിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ജാർസുകള് വിൻറ്റേജ് ലുക്കിൽ വരുന്ന ജാറുകളാണ്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഫ്രെയിം വിൻറ്റേജ് ലുക്കിലാണ്. അതുപോലെ ക്യാൻഡിൽ സ്റ്റാൻഡുകൾ ബ്രാസിന്റെ ക്യാൻഡിൽ സ്റ്റാൻഡുകളാണ്. അങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ ഒരു കോസി കോട്ടേജ് സ്റ്റൈലിലെ കിച്ചൺ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ് ഫ്ലോറൽ ഡിസൈൻസ്. ഈ ടീ ഷുഗർ ജാറുകള് ഫ്ലോറൽ ഡിസൈനിലുള്ളതാണ്. അതിന് വിത്ത് ബാംബുവിന്റെ ലിഡോട് കൂടിയതാണ്. അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് മെഷറിംഗ് കപ്സ്, സെറാമിക്കിൽ ഹാൻഡ് പെയിന്റഡ് ആയിട്ടുള്ള മെഷറിംഗ് കപ്സും നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇത് അസർബൈജാനിൽ പണ്ട് ട്രാവൽ പോയപ്പോഴത്തേക്ക് അവിടെ നിന്നും വാങ്ങിയതാണ്. അതും സെറാമിക്കിൽ ഹാൻഡ് പെയിന്റഡ് ആയിട്ടുള്ള ഒരു വിൻറ്റേജ് ടച്ചിൽ വരുന്ന ഒരു ജഗ്ഗാണ്. അങ്ങനെ അതിവിടെ വെച്ചിരിക്കുന്നു. ഇവിടെ ഉപയോഗിക്കുന്ന ടവൽസ്, ഹാൻഡ് ടവൽസ് ഫ്ലോറൽ ഡിസൈനിലുള്ളതാണ്. ഇത് പണ്ട് ഒരുപാട് നാളുകൾക്ക് മുമ്പ് മൈസൂറിൽ ട്രാവൽ പോയപ്പോഴത്തേക്ക് ഞാൻ കളക്ട് ചെയ്തതാണ്.
ഇതും സെറാമിക്കിൽ ഹാൻഡ് പെയിന്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനിലുള്ള ഒരു ഐറ്റം ആണിത്. നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ് നാച്ചുറൽ എലമെന്റ്സ് ആഡ് ചെയ്തുകൊണ്ടുള്ള ഡെക്കേഴ്സ് എന്നുള്ളത്. അതിന് ഫസ്റ്റ് ആയിട്ട് ഞാനൊരു പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലവർ അറേഞ്ച്മെന്റും നമ്മൾ ചെയ്തിട്ടുണ്ട് നാച്ചുറൽ ഫ്ലവേഴ്സ് വെച്ചിട്ട്. ഈ കാണുന്ന ഫ്ലവർ അറേഞ്ച്മെന്റ് നാച്ചുറൽ ഫ്ലവറിനെ കുറച്ച് നാളുകൾക്ക് ശേഷം അത് ഉണങ്ങാൻ തുടങ്ങുമല്ലോ, അത് ഞാൻ ഹാങ് ചെയ്തിട്ടുകൊണ്ട് ഡ്രൈ ആക്കി എടുത്ത് അതാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഫ്ലവേഴ്സ് ഞാൻ നമ്മുടെ കോണിന്റെ തൊലി വെച്ചിട്ട് ഫ്ലവർ മേക്ക് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ അതും നാച്ചുറൽ എലമെന്റ്സിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നു. പിന്നെ വുഡ് എന്നുള്ളത് നാച്ചുറൽ എലമെന്റിൽ വരുന്നതായതുകൊണ്ട് കട്ടിംഗ് ബോർഡ്, അതുപോലെ വുഡിന്റെ സ്പൂൺ റെസ്റ്റ് അങ്ങനെ വെച്ച് അതും അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതൊരു ക്ലോസ്ഡ് കിച്ചൺ ആയിരുന്നു. നമ്മളത് ഓപ്പൺ കിച്ചൺ ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുവാണ്. ഓപ്പൺ കിച്ചൺ ആയപ്പോൾ മുതലേ ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞു, വീട്ടിലുള്ള എല്ലാവരും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. അവരവരുടെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. എനിക്ക് എൻ്റെ ജോലിയും നടക്കും. അങ്ങനെ ഒരു നല്ല പ്രയോജനം ഇതിലൂടെ കിട്ടി കേട്ടോ. ഫ്ലോർ ടൈൽ ആയിട്ട് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈനിലുള്ള ഫ്ലോർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫ്രഞ്ച് സ്റ്റൈലിലുള്ള ഫ്രിഡ്ജാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കൗണ്ടർ ടോപ്പായിട്ട് കൊടുത്തിരിക്കുന്നത് വൈറ്റ് കോട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് അടുത്ത മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഈഗർലി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ പോട്ട് ഫില്ലർ. ഈ പോട്ട് ഫില്ലറിനെ പറ്റി കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് പല പല വീഡിയോസിൽ വന്നിരുന്നു. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടപ്പോൾ മുതലേ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് എവിടുന്ന് വാങ്ങി എന്ന് ചോദിച്ചിരുന്നു. ഞാൻ ഇത് ആഗ്രഹിച്ച് ഇന്ത്യയിലെ സൈറ്റുകളിലും ഒക്കെ അന്വേഷിച്ചു, കിട്ടുന്നില്ല. UAE നോക്കി കിട്ടുന്നില്ല. അങ്ങനെ US നിന്ന് ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഞങ്ങൾ വരുത്തിച്ചതാണ് ഈ സാധനം. അങ്ങനെയാണ് ഇതിന്റെ സ്റ്റോറി. ഹുഡും ഹോബും. ഹുഡ് 90 സെന്റിമീറ്റർ വിട്ടുള്ള ഹുഡാണ്, ഹാഫ്ലെ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്. ഹോബ് 4 ബർണേഴ്സിന്റെ 90 സെന്റിമീറ്റർ തന്നെയുള്ള വിട്ടുള്ള ഹോബാണിത്. അതും ഹാഫ്ലെയുടെ തന്നെയാണ്. പിന്നെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, നമ്മൾക്ക് ഓപ്പൺ കിച്ചൺ ആകുമ്പോഴത്തേക്ക് സ്മെല്ലൊക്കെ പുറത്തേക്ക് വരുമോ, ലിവിങ് ഏരിയയിൽ സ്മെല്ല് വരുമോ എന്നൊക്കെ. ഒട്ടും പേടിക്കേണ്ട, നല്ല രീതിയിൽ കുക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷെ തൊട്ടടുത്ത് നിൽക്കുന്ന പോലും കരിഞ്ഞാൽ പോലും നമ്മൾ അറിയത്തില്ല. അത്രയും എയർ സക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ടെക്നോളജി. അതുകൊണ്ട് ഓപ്പൺ കിച്ചൺ ആക്കാൻ ആഗ്രഹിക്കുന്നവർ ഒട്ടും മന്ദിക്കേണ്ട, ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളുക. ഓക്കെ. ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ താഴ്ഭാഗത്തായിട്ട് വരുന്ന 2 ഡ്രോയർ സ്റ്റൈലിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് ഡ്രോയ്ക്കകത്ത് ഞാൻ എന്താ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഇതുപോലൊരു സ്പൈസ് ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്ന നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് ആണ് കേട്ടോ. അവൾക്ക് ഇതിന്റെ ബിസിനസ് ഉണ്ട്. അപ്പൊ അവൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ട് എനിക്ക് കൊണ്ട് തന്നതാണ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഐക്യന്ന് വാങ്ങിയതാണ്. ഇത് നമ്മൾ ഒനിയനൊക്കെ കട്ട് ചെയ്ത്, അതല്ലെങ്കിൽ ഒനിയന്റെ തൊലിയൊക്കെ പീൽ ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് കട്ടിംഗ് ബോർഡിന്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാവുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് ഗ്ലാസ് കെറ്റിൽ. ഇതാണ് നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിച്ച നമ്മുടെ കാസ്റ്റ് അയണ്ട കെറ്റില്. ഇത് UAE ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. ഇത് ഐക്യന്ന് വാങ്ങിയതാണ്. നെക്സ്റ്റ് ഡ്രോയർ നമുക്ക് തുറക്കാം. ഈ ഡ്രോയറിനകത്ത് തന്നെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഡ്രോയറും ഉണ്ട്. ഇത് ഞാൻ പ്ലാനിൽ പറഞ്ഞു കൊടുത്ത് ഇതേ പാറ്റേണിൽ ചെയ്യിപ്പിച്ചെടുത്തതാണ്. നമ്മൾ കബോർഡ്സ് ഒക്കെ, കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പറയുന്നതും അല്ലെങ്കിൽ അത് നോക്കി വെക്കുന്നതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഹിഡൻ ആയിട്ടുള്ള ഒരു ഡ്രോയർ വെച്ചിട്ടാണ് ഗ്ലാസ് ലിഡുകൾ വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഡോർ നമുക്ക് തുറക്കാം. ഇതൊരു കോർണർ ഏരിയ ആണ് വരുന്നത്. ആ കോർണർ ഏരിയയെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള പുതിയ ഒരു കോർണർ യൂണിറ്റ് ആണിത്. ഇതിനെ യൂണിവേഴ്സൽ മാജിക് കോർണർ എന്ന് പറയും.
ഇതുപോലെ നമുക്ക് പുൾ ഔട്ട് ചെയ്യാം. സൈഡിലേക്ക് മാറ്റിക്കൊണ്ട് ഇതും നമുക്ക് പുൾ ഔട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ടെക്നോളജിയാണിത്. ഇതേപോലെ കോർണർ യൂണിറ്റ്സ് നമുക്ക് മാക്സിമം പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ടെക്നോളജിയാണ് ഈ യൂണിവേഴ്സൽ മാജിക് കോർണർ. നെക്സ്റ്റ് നമ്മൾ ഇതുപോലെയുള്ള ഒരു ഡ്രോയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ടിഷ്യൂസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ഡ്രോയർ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ ടവൽസ്, റോഡുകൾ വെച്ചിട്ടുണ്ട്, ചപ്പാത്തി റോഡ്, അതുപോലെ വേസ്റ്റ് ഒക്കെ കളയുന്ന കവറുകള്, ഹോട്ട് പാഡ്, ക്ലിപ്സിന്റെ ബോക്സ് വെച്ചിട്ടുണ്ട്, സിപ്ലോക്ക് ബാഗ്സ്, ഹോട്ട് ഗ്ലൗസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു റോഡ് കൊടുത്തോണ്ടാണ് ഈ ടിഷ്യൂ ഇവിടെ വെക്കാൻ നമ്മൾ പ്ലാൻ ചെയ്ത് പാറ്റേൺ വരച്ചു കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഇവിടെ ഒരു റോഡ് കൊടുത്താൽ ഈ ടിഷ്യൂ നമുക്കിവിടെ ഹോൾഡായി നിൽക്കും. അപ്പൊ അത് ചെയ്തില്ല കിച്ചൺ ചെയ്ത സമയത്ത്. ഇതും പാറ്റേൺ പറഞ്ഞു കൊടുത്ത് നമ്മൾ ചെയ്തതാണ്. പിൻട്രസ്റ്റിൽ നിന്നും ഒക്കെ പാറ്റേൺ കണ്ടുപിടിച്ച് അങ്ങനെ കൊടുത്തിരിക്കുന്നതാണിത്. നെക്സ്റ്റ് ഇങ്ങനൊരു ഡോറ് തുറക്കുമ്പോൾ നമ്മൾക്ക് ഈ ഭാഗം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ശരിക്കും ഗ്യാസിന്റെ കണക്ഷൻ പോയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡ്രോയർ തുറക്കാം. ഇവിടെ സ്പൂൺസും അതുപോലെ നൈഫുകളും കുക്ക് ചെയ്യാൻ പെട്ടെന്ന് എടുക്കാൻ ആവശ്യമുള്ള എല്ലാ സംഗതികളും, പീലറ്, ചെറിയ വുഡൻ സ്പൂൺസ്, കുക്കറിന്റെ വെയിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതേപോലെയുള്ള ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആണ് ഇവിടെ കൂടുതലായിട്ടും വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പല ബൗളുകൾക്കും നമ്മൾ സെർവ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ അതിന് ലിഡ് ഇല്ല എങ്കിൽ ഇതേപോലെയുള്ള ലിഡ് കവറുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. സിലിക്കൺ ആണ്. അപ്പൊ സിലിക്കന്റെ 2 സൈസിലുള്ള എന്റെ കയ്യിലുണ്ട്. ഇതും ഐക്യെന്ന് ഞാൻ വാങ്ങിയതാണ്. ഇതിനകത്ത് ഞാൻ വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഡ്രോയർ നമുക്ക് തുറക്കാം. ഇത് കാസ്റ്റ് അലൂമിനിയത്തിന്റെ കോട്ടിങ്ങോട് കൂടിയ കുക്ക് വെയർസ് ആണ്. ഇത് അതുപോലെ ഐക്യെന്ന് വാങ്ങിയതാണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് വിത്ത് ഗ്ലാസ് ലിഡോട് കൂടിയ ഒരു കുക്ക് വെയർ. ഈ ഡ്രോയേഴ്സിനകത്തെല്ലാം ഇതേപോലെയുള്ള ലൈനേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് റോൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്നതാണ്. അത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ലൈനറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഈ കുക്ക് വെയർസിന്റെ ഒക്കെ താഴെയുള്ള എന്തെങ്കിലും സ്റ്റെയിൻ ഒന്നും നമ്മുടെ ഡ്രോയേഴ്സിനകത്ത് വരാതെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇത് കട്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതേപോലെയുള്ള ഒരു സ്പൈസ് പുൾ ഔട്ട് ആണ്. ബാംബുവിന്റെ ലിഡോട് കൂടിയ കണ്ടെയ്നേഴ്സ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒലീവ് ഓയിൽ വെച്ചിട്ടുണ്ട്, ഒരു ഗാർലിക് പൗഡറിന്റെ ടിൻ വെച്ചിട്ടുണ്ട്, അതുപോലെ സ്പൈസസ് മിക്സ് ചെയ്യുന്ന സ്പൈസസോ ഇഞ്ചി ഗാർലിക് ഒക്കെ ഇടിയനും വെച്ചിട്ടുണ്ട്. അതുപോലെ ഓയിൽ ബോട്ടിൽസ് വെച്ചിട്ടുണ്ട്. ഇതൊരു കോർണർ ഏരിയ ആണ്. അവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇതേപോലെയുള്ള 2 ഡോറുകൾ വന്നിട്ട് 3x4 കരോസൽ ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഫുൾ റൗണ്ട് ചെയ്ത് നമുക്ക് ഐറ്റംസ് എടുക്കാനായിട്ട് സാധിക്കും. ഇവിടെയും അതുപോലെ തന്നെയാണ്. കോട്ടേജ് സ്റ്റൈലിലുള്ള വീടിന്റെ ഫോട്ടോസ് കാണുമ്പോൾ നമുക്കറിയാം അതിനകത്തെല്ലാം നമ്മൾ കാണുന്നത് വൈറ്റ് സെറാമിക് സിങ്കും അതുപോലെ തന്നെ ബ്രാസ് കളർ ടോണിലുള്ള അല്ലെങ്കിൽ ഒരു വിന്റേജ് ലുക്കിലുള്ള ഫോസറ്റും ആയിരിക്കും നമ്മൾ സാധാരണയായിട്ട് കാണുന്നത്. അപ്പൊ അത് നമുക്ക് കേരളത്തിൽ നമുക്ക് അവൈലബിൾ ആകുമോ? എൻ്റെ ഒരു ആഗ്രഹങ്ങളിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. നമ്മുടെ കിച്ചൺ ഇങ്ങനെ ആയിരിക്കണം, അതുപോലെ ആ കിച്ചണിലെ തന്നെ സിങ്ക് ഏരിയ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ എനിക്കുണ്ടായിരുന്നു. നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു വീടാവുമ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമുക്കത് നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹത്താൽ നമ്മൾ അങ്ങനെ സെർച്ചിങ്ങും ഹണ്ടിങ്ങും ഒക്കെ തുടങ്ങിയെന്ന് പറയുന്നത് പോലെയാണ്. ഈ സിങ്ക് നമുക്ക് ABC എംപോറിയത്തിൽ നിന്ന് നമുക്ക് കിട്ടി. പക്ഷെ പിന്നെ അടുത്തത് ഈ ഫോസറ്റ് അന്വേഷിച്ചുള്ള കാര്യമായിരുന്നു. അങ്ങനെ ഇന്ത്യൻ ഐക്യയിലൊക്കെ നോക്കിയിട്ടും കാണുന്നില്ല, പല സൈറ്റുകളിൽ നോക്കിയിട്ടും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെയാണ് UAE ഐക്യയില് ഇതിങ്ങനെ കണ്ടത്. അങ്ങനെ അത് വാങ്ങി. പിന്നെ ഇത് വാട്ടർ പ്യൂരിഫയറിന്റെ പൈപ്പാണ്. നമുക്കറിയാം വാട്ടർ പ്യൂരിഫയറിന്റെ കൂടെ സെറ്റ് ആയിട്ട് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കളറിലെയാണ്. നമ്മൾ ഇതും സോപ്പ് ഡിസ്പെൻസറും വാങ്ങിച്ചിരിക്കുന്നത് US നിന്നാണ്. അപ്പം അങ്ങനെ എന്റെ ഡ്രീം കംസ് ട്രൂ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു ഏരിയ ആണ് ഇത്. അങ്ങനെ ഇത് സാധിച്ചെടുത്തു. ഈ ടൈപ്പ് സിങ്ക് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ താഴേക്കുള്ള ഭാഗത്തിന് കുറച്ച് സ്പേസ് കുറവേ നമുക്ക് കിട്ടത്തുണ്ടായിരുന്നുള്ളൂ. കാരണം സിങ്ക് താഴേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്നതായതുകൊണ്ട് അതിന്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ ഈ ഭാഗത്ത് വേസ്റ്റ് ബോക്സുകൾ ഇതുപോലെ കൊടുത്തിരിക്കുന്നു.
ഈ ഭാഗത്തായിട്ടാണ് വാട്ടർ പ്യൂരിഫയർ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഡിഷ് വാഷർ കൊടുത്തിരിക്കുന്നത്. ഇൻബിൽട്ട് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഗ്ലാസ് സ്റ്റോൾ യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെയുള്ള ചെക്സ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുകളിൽ ലോഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഡോർ നമ്മളിങ്ങനെ തുറക്കുമ്പോഴത്തേക്ക് പോപ്സ്റ്റിക്കിൾസിന്റെ സെറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ പോപ്കോൺ ട്രേ വെച്ചിട്ടുണ്ട്. ഇത് ഈസ്റ്റർ ബണ്ണിയെ ഈസ്റ്റർ ടൈമിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതേപോലെ ഒരു ക്യൂട്ട് ഒരു കണ്ടെയ്നർ ഉണ്ട്. ഇത് മൂസയിൽ മേടിച്ചതാണ്. ഇത് ഐക്യെന്ന് വാങ്ങിയതാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡോർ ഹാൻഡിൽസ് എല്ലാം നമ്മൾ UAE ഐക്യയിൽ നിന്ന് വാങ്ങിയതാണ്. ഈ കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം. ഇവിടെ ഞാൻ കപ്പുകളാണ് വെക്കുന്നത്. പല ഷേപ്പിലുള്ള പല ഡിസൈനിലുള്ള കപ്പുകളാണ്. ഇതേപോലെയുള്ള ഒരു സ്റ്റെപ്സ് ട്രേയുടെ മുകളിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇവിടെ മാജിക് ബുള്ളറ്റിന്റെ സെറ്റ് വെച്ചിരിക്കുന്നു. എഗ് റോൾ ചെയ്ത് വരുന്ന ഒരു മെഷീനാണിത്. നെക്സ്റ്റ് ഡോർ തുറക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഗ്ലാസുകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്ന ചെറിയ കപ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലാസ് സ്റ്റോൾ യൂണിറ്റ് ഉണ്ട്. പല സെർവിങ് ബൗൾസും ജഗ്ഗും അങ്ങനെയൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഡോറ് ഇങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് പുഷ് ചെയ്ത് അകത്തേക്ക് വെക്കാം. ഇത് നമുക്ക് പുള്ള് ചെയ്ത് പുറത്തേക്ക് എടുക്കാം. ഇത് നമുക്ക് ഇവിടെ പ്ലഗിങ് ഉണ്ട്. യൂസ് ചെയ്തതിന് ശേഷം അകത്തേക്ക് നമുക്ക് ഇതുപോലെ പുഷ് ചെയ്ത് അകത്തേക്ക് വെച്ചുകൊണ്ട് ഇത് പുൾ ഔട്ട് ചെയ്ത് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. ഹിഡൻ ആയിട്ട് ഐറ്റംസ് ഇങ്ങനെ ഇരുന്നോളൂ. ഈ ഡോർ തുറക്കുമ്പോൾ ഇവിടെ ഡിവൈഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ ബേക്കിങ്ങിന് ആവശ്യമുള്ള ട്രേയും കേക്ക് ട്രേയും അതുപോലെ ബട്ടർ പേപ്പർ, സിൽവർ ഫോയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ ടോൾ യൂണിറ്റിൽ തന്നെയാണ് മൈക്രോവേവും OTGയും കൊടുത്തിരിക്കുന്നത്. ഇത് ഹാഫ്ലെ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്. ഇതിന് താഴെയായി 2 വിക്കർ ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. 2 സൈസിലെയാണ് വിക്കർ ബാസ്ക്കറ്റ്. ഒന്നിനകത്ത് സ്മോൾ ഒനിയൻ, ഗാർലിക് ഇങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്നു. അതിന്റെ തൊട്ട് താഴെ വലുതിനകത്ത് ബിഗ് ഒനിയൻ, അതുപോലെ പൊട്ടറ്റോ അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. നമ്മള് ഇവിടെ കിച്ചണിൽ പ്രൊവൈഡ് ചെയ്തിരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള വിൻഡോ ഗ്ലാസ് ആയിരുന്നു. അത് നമ്മൾ മാറ്റിയിട്ട് ജോർജിയൻ ബാർ ഒക്കെ ഉള്ള ഫ്രഞ്ച് സ്റ്റൈലിലെ സ്ലൈഡിംഗ് ഡോർ ആക്കി മാറ്റി. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ, ഒരു ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ പോലെയാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബ്രെഡ് ബോക്സ് കൊടുത്തിരിക്കുന്നു, ടോസ്റ്റർ, കെറ്റില്. ഇതിന്റെ ഫസ്റ്റ് ഡ്രോ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇവിടെ കെറ്റിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കോഫി പൗഡർ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഫൈബർ സ്പൂൺസ്, സെറാമിക് സ്പൂൺസ്, ഗോൾഡൻ സ്പൂണും ഫോർക്കും അങ്ങനെയുള്ളത്. അതുപോലെ ബേക്കിങ്ങിന് ആവശ്യമുള്ള ചെറിയ ചെറിയ ഐറ്റംസ് പോലെയുള്ള പ്ലാസ്റ്റിക് ക്ലിപ്സ്. ഐക്യ അൺബോക്സിങ്ങിനകത്ത് കാണിച്ചിരിക്കുന്ന ആ ഡിവൈഡിങ് ട്രേ ആണിത്. ഇങ്ങനത്തെ ബോക്സുകൾ വെച്ചിട്ട് അതിനകത്തും സ്പൂൺസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് സെന്റഡ് വാക്സ് ആണ്, സെന്റഡ് ഓയില്, ക്ലിപ്സ്, അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ബേക്കിങ്ങിന് ഉപയോഗിക്കുന്ന നമ്മുടെ മെഷറിംഗ് കപ്സ്, അതുപോലെ ജാമുകള്. പിന്നെ ഇത് ഞാൻ ഡെയിലി ടു ഡു ലിസ്റ്റ് എഴുതുന്ന ഫ്രിഡ്ജിന്റെ മാഗ്നറ്റിൽ വെച്ചിരിക്കുന്ന നോട്ട് പാഡാണിത്. ഇവിടെ കുറച്ച് പെൻസ് ഒക്കെ വെച്ചിരിക്കുന്നു. സ്ട്രോ വെച്ചിട്ടുണ്ട്, ഗ്ലാസ് സ്ട്രോ വെച്ചിട്ടുണ്ട്. ബേക്കിംഗ് ടൈമിലൊക്കെ യൂസ് ചെയ്യുന്ന പല പല ഐറ്റംസ്, കപ്പ് കേക്ക് മോൾഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഡ്രോ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ സെർവിങ് ബൗൾസുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പല ടൈപ്പിലുള്ള ബൗൾസ്. ഇത് നമ്മുടെ കടുകൊക്കെ പൊട്ടിക്കുന്ന സാധനമാണ്. ബേക്കിങ്ങിനൊക്കെ പറ്റുന്ന ഒരു വെയിങ് മെഷീൻ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് പല ടൈപ്പിലുള്ള ലിഡ് ഓർഗനൈസറിൽ ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ സെർവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്പൂണാണ്. അതുപോലെ റൈസ് ഒക്കെ വാഷ് ചെയ്യാനായിട്ട് അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഫൈബറിന്റെ ബൗൾസുകളാണ്. ഇത് സെർവിങ് ഒരു ബൗളാണ്. ഇത് മിക്സിംഗ് ബൗളാണ്, ഗ്ലാസ് മിക്സിംഗ് ബൗള്.
ഇത്രയൊക്കെയാണ് എൻ്റെ കിച്ചണിലുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഇത് അയച്ചു കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.